ഇന്ന് പൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിന്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കാൻ ഞാൻ ഒരു വേദഭാഗം നിങ്ങളോടൊന്ന് സംഭാഷണത്തിന് മുന്നോടിയായിട്ട് പറയാനും വായിച്ചു കേൾപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എന്നാൽ പ്രിയ സഹോദരന്മാരെ, വഴിതെറ്റിപ്പോകരുത്. ഞാന് ഇത് വായിച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞപ്പോൾ 2026 കേരളം വളരെ മോശമാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആൺപിള്ളേർ കുറവാണ്. ശ്രദ്ധിക്കണം. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി 16 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയായിട്ട് സ്നേഹമായിരുന്നു, ലോക്യമായിരുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, ഒരിക്കലും യോഗ്യമല്ലാത്ത രീതിയിലുള്ള നടപടികൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായി. അവസാനം ഈ 14 വയസ്സുള്ള പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ചെടുത്ത് അതുകൊണ്ട് അവളുടെ കൈയും കാലും കെട്ടിയിട്ട് അവളെ കൊന്നിട്ട സംഭവം നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ ഡേഞ്ചറാണ് 2026 കേരളം. ഒരു രീതിയിൽ കൊള്ളുന്ന ഒരു സ്റ്റേറ്റ് എല്ലാം തോന്നുകയാണ്. ഇത്ര മോശമായ ഒരു നടപടി ലോകത്തിൽ ഒരിടത്തും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് 2026 ഒട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു സംഭവം, കൊച്ചിയിലെ മരടിൽ പോലീസ് ഒരു സംഭവത്തിന് ചെന്നപ്പോൾ യാദൃച്ഛിക ഒരുത്തനെ പിടിച്ചതാണ്. 50 കേസിൽ പ്രതി. അത് പിടിച്ച മാത്രമേ തമിഴ്നാട് പോലീസ് കൊച്ചിയിലെത്തി. അവിടെ ഇതിനേക്കാൾ അപ്പുറം 1.5 കിലോ സ്വർണം തട്ടിയെടുത്ത് ആ സംഭവത്തിൽ അവൻ പ്രതിയാണെന്ന് കേൾക്കുന്നു. അപ്പൊ കേരളത്തിലെ മലയാളികൾ ഒട്ടും നല്ലതല്ല, ശുഭമല്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള മലയാളി പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പോയാൽ തിരിച്ചു വരാത്തത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും പോകാനോ അങ്ങനെയൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, വളരെ നല്ലതുപോലെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് 3 ആൺപിള്ളേർ ഇവിടെ ഇരിപ്പുള്ളൂ. പെൺപിള്ളേർ അതിനേക്കാൾ കൂടുതലുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചെറിയവരോടും വലിയവരോടും സ്നേഹവും അടുപ്പവും രോഗിയൊക്കെ നല്ലതാണ്. എല്ലാത്തിനും ഒരു അതിരുവരമ്പുണ്ടായിരിക്കണം. അവസാനം മുഴുവനും തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പെണ്ണും ഒരു ചെറുക്കന്റെയും ഒരു ചെറുക്കനും ഒരു പെണ്ണിന്റെയും പുറകെ പോയി തങ്ങൾക്കും ലോകത്തിനും എന്നേക്കും തീരാ നഷ്ട അപമാനം ഉണ്ടാക്കരുതെന്ന് ഞാൻ പച്ചയ്ക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അത്ര മോശമാണ്. ഈ വാർത്ത കേട്ടിട്ട് എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്നലെ 1-2 പേരുമായിട്ട് സംസാരിച്ചപ്പം അവരെന്നോട് പറയാ, ഇത് കണ്ണൂരാ സംഭവം. ഇവിടെ അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്ക് അവനെ ഒന്ന് ശാസിക്കാൻ തോന്നിയിട്ടില്ല. ഈ 16 വയസ്സുകാരൻ കാണിച്ച ഈ തോന്നിവാസത്തിന് അവന്റെ മാതാപിതാക്കൾക്ക് പരസ്യമായ ഒരു ശാസന പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ 2 പേരുണ്ടോ പറയാം, ഇവിടെ അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിനൊരു കാലം വളരെ മോശമാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. 2026 എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ 16 വയസ്സുകാരനൊക്കെ നമ്മൾ ഈ കടമ്പ വരെയൊക്കെ വളർന്നു വന്നവരല്ലേ അല്ലേ? അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വളരെ മോശകരമായ ഒരു അനുഭവത്തിലേക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളി സമൂഹം പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ച് വിവാഹിതരാകാത്ത എല്ലാവരോടും എനിക്ക് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്. ആരെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ലോഹിക്കപ്പെടുന്നതും ഒന്നും തെറ്റില്ല, പക്ഷെ ഇതിനൊക്കെ ഒരു അതിരുപരം ഉണ്ടായിരിക്കണം. അതിൻ്റെതായ നിലവാരത്തിൽ നമ്മളായില്ലെങ്കിൽ അപകടകരമാണ്. വഞ്ചനയും ചതിയും വക്രതയും തട്ടിപ്പും മാത്രമേ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ളൂ. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വഷളത്വം കാണിക്കുന്നവർ ഏത് രാജ്യത്ത് ചെന്നാലും അത് മലയാളികളാണ്. അപ്പം ഇത് സംസാരിച്ചപ്പം ഒരാൾ പറയാണ്, ഇത് സൗദിയിലാണെങ്കിൽ ഇവനെ ജുവനൽ ഹോമിലേക്ക് കൊണ്ടുപോയി ഇത്രയും പണി കാണിക്കാതെ തന്നെ ഉമ്മ വെച്ച് വിടുകയാണോ? അതാ ഞാൻ ചോദിക്കുക. 16 വയസ്സുള്ള ഈ പയ്യനെ ഉമ്മ വെച്ചങ്ങ് മാറ്റി നിർത്തുകയല്ലേ? അവൻ ഇത്രയും വലിയ തോന്നിവാസം കാണിക്കാമെങ്കിലും അവനതിന്റെ ശിക്ഷ കൊടുക്കണം. ഇത് സൗദിയിലാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരോട് സംസാരിച്ച ശിക്ഷ എന്താണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ 2026 സൂക്ഷിക്കണം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന ചിന്തയുമായിട്ട് നമ്മൾ ഈ സമയം കടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർപ്പിച്ചതുപോലെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ഒരു വാക്യം വായിച്ചത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുന്നു. അതിനുശേഷം എന്താണ് നമ്മൾ ആ വാക്യത്തോട് ചേർന്ന് കണ്ടത്? ഉപ്പിന്റെ കാലം നഷ്ടമായാൽ അല്ലെ പിന്നെ അതിനെന്താണ് പ്രയോജനം? മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. ഉപ്പ് നല്ലതാണ്, അതിന് ഗുണമുണ്ട്, അതിന് പ്രയോജനമുണ്ട്. എന്നാൽ അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ആർക്കും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മളൊരു പാത്രത്തിൽ ഉപ്പ് കലക്കി ആ ഉപ്പ് ഉപയോഗിച്ച് പല ആവർത്തി വെള്ളമൊഴിച്ച് അതിനെ വീണ്ടും രസമുള്ളതാക്കി ഉപയോഗിച്ചു കഴിഞ്ഞ് പിന്നീട് ആ ഉപ്പിന്റെ രസം വരാതിരിക്കുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാതെ ആ പാത്രത്തിലൊന്ന് നോക്കിയാല് ചെറുതായിട്ട് കളർ മങ്ങിയ ഒരു കറുപ്പിന്റെ ലേശം സാന്നിധ്യമുള്ള ഒരവസ്ഥയിൽ അത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പ്രയോജനമില്ലാത്ത വസ്തുക്കളെ പ്രയോജനമുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ 1-2 ഉദാഹരണവും പറയുകയുണ്ടായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ക്രൈസ്തവരെ പീഡിപ്പിച്ച് ക്രൈസ്തവർക്ക് ദോഷം വരുത്തി ക്രൈസ്തവരുടെ വിരോധിയായി ഒരു സമയത്ത് ജീവിച്ച ശൗൽ ക്രിസ്ത്യാനികളാക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറിയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഒരു കൊലയാളി ഒരു രക്ഷകനായി മാറി, ഒരു പീഡകൻ ഒരു പരിരക്ഷകനായി മാറിയ ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. യാക്കോബ് എന്ന കഥാപാത്രമാണ്. വേദപുസ്തകത്തിൽ നമ്മൾ യാക്കോബിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 27-28 അധ്യായങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ യാക്കോബിനെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തില് യാക്കോബ് തട്ടിപ്പുകാരനായി, ചതിയനായി, വഞ്ചകനായി, കബളിപ്പിക്കുന്നവനായി, പ്രായം ചെന്ന് വൃദ്ധനായ, അന്ധനായ അപ്പനായ ഇസ്ഹാക്കിനെ കബളിപ്പിച്ചു ചതിച്ചു വഞ്ചനയിലൂടെ തന്റെ ജ്യേഷ്ഠന്റെ നിയമപ്രകാരമുള്ള അവകാശം സൂത്രത്തിലൂടെ കരസ്ഥമാക്കി കടന്നു പോകുന്ന യാക്കോബിനെയാണ് 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ 28-ാം അധ്യായത്തിൽ അവൻ പോയ വഴിയിൽ അവന് തടസ്സം അവന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിഘാതമായി വരികയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 28-ന്റെ 10-ാം വാക്യത്തിൽ യാക്കോബ് ബേർശേബ വിട്ട് ഹാരാനിലേക്ക് യാത്ര പോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉപ്പിന്റെ കാലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉപ്പിന് ഒരു പ്രയോജനമില്ല. ആർക്കും അതിനെ ആവശ്യമില്ല. ആർക്കും അതിനെ സൂക്ഷിക്കേണ്ട കടമയോ കടപ്പാടോ ബാധ്യതയോ ഉത്തരവാദിത്വവും ഇല്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു തെറ്റിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ അവന് മാനസിക പ്രയാസം ഉണ്ടാകും. അത് മാത്രമല്ല, അവന് ശാരീരിക പ്രയാസം അവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരെങ്കിലും അവന് അഭയം കൊടുക്കും. ഇതാണ് നമ്മുടെ നാട്ടിലും നമ്മൾ കാണുന്നത്. ഏത് ദോഷത്തിലേക്ക് ഒരാൾ പോയാലും ആ ദോഷത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് അഭയം കൊടുക്കുവാൻ എല്ലാ മേഖലകളിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. എന്നാൽ യാക്കോബ് ദോഷം ചെയ്തു, ചതിയനായി, വഞ്ചകനായി അപ്പനിൽ നിന്നും ജ്യേഷ്ഠന്റെ അവകാശം തട്ടിയെടുത്തു. പക്ഷേ അമ്മയ്ക്ക് ഈ കാര്യം നല്ലതുപോലെ അറിയാം. അമ്മയ്ക്കറിയാം അവന്റെ ജ്യേഷ്ഠൻ വരുമ്പോൾ അവനോട് പക പോക്കും.
അവൻ ഇപ്പോൾ ചെയ്തത് മാനസികമായ ഒരു ചതിയെങ്കിൽ അവന്റെ ജ്യേഷ്ഠൻ വരുമ്പോൾ അവന്റെ ശരീരത്തിന് അത് ദോഷകരമായി തീരും, അവന്റെ ശരീരത്തിന് അത് ഹാനികരമായി തീരും, അവന്റെ ശരീരത്തിന് അത് അപകടകരമായി തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ സഹോദരന്റെ അടുക്കലേക്ക് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നീ രാത്രിയിൽ തന്നെ പൊക്കോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ല ഒരു മനുഷ്യൻ ദോഷമുള്ള ഒരു മനുഷ്യനായി തീർന്നാൽ അവന് നിൽക്കുന്ന സ്ഥലം കൊള്ളാത്തതായി തീരാം, അവൻ താമസിക്കുന്ന സ്ഥലം യോഗ്യമല്ലാത്തതായി തീരാം, അവൻ പ്രവർത്തിക്കുന്ന സ്ഥലം കൊള്ളാത്തതായി തീരാം, അവൻ ജോലി ചെയ്യുന്ന സ്ഥലം അവന് അനുയോജ്യമല്ലാത്തതായി തീരാം. നമ്മുടെ സ്വന്തം വീട് പോലും നമുക്ക് അനുയോജ്യമല്ലാത്തതായി തീരണം. അങ്ങനെ തീരണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തീർന്നാൽ അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ലതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ വീട് വിട്ടു പോകേണ്ടി ആവശ്യം വരത്തില്ല, തന്റെ ഭവനം വെറുക്കേണ്ടി ആവശ്യം വരത്തില്ല, തന്റെ ഭവനം ഉപേക്ഷിക്കേണ്ടി വരത്തില്ല. എന്നാൽ നല്ല ജീവിതമില്ലാത്ത ഒരു വ്യക്തിക്ക് തന്റെ വീടിനോട് വെറുപ്പ് തോന്നും, തന്റെ കുടുംബത്തോട് വെറുപ്പ് തോന്നും, തന്റെ ഭവനത്തോട് ഒരുവിധമായ സ്ഥായി തോന്നത്തില്ല എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഓർമ്മിക്കുകയാണ്. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പറയുന്ന ചുമ്മാതല്ല, ഭാവി ചെല്ലുന്നുള്ള മുഴുവൻ പാടാണ്. അവൻ സ്വർഗത്തിൽ പോകത്തില്ല, അല്ലെ? ഭാവി ചെല്ലുന്നത് പാതാളത്തിലേക്ക് പോകത്തുള്ളൂ. പണ്ട് മുതലേ പറയുന്ന ഒരു മൊഴിവാക്കാണ്. എന്നാൽ അപ്പൻ വൃദ്ധനായി, അപ്പൻ പ്രായം ചെന്നവനായി, അപ്പന് കണ്ണു കാണത്തില്ല, അപ്പനെ ഇവന് ചതിക്കാൻ വലിയ പ്രയാസമില്ല. നീ എന്റെ മൂത്ത മകൻ ഏശാവോ എന്ന് ചോദിച്ചപ്പോൾ അതെ, നിന്റെ മകൻ മൂത്ത മകനായ ഏശാവ് തന്നെയെന്ന് ഒരു മടിയുമില്ലാതെ കള്ളം പറഞ്ഞു. എന്നാൽ കണ്ണു കാണാത്ത അപ്പൻ അവന്റെ ശരീരത്തിലൊന്ന് തപ്പി നോക്കി. കാരണം മൂത്ത മകനായ ഏശാവിന്റെ ശരീരം മുഴുവന് രോമം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഇളയവന്റെ ശരീരത്തിൽ അധികം രോമമില്ല. പ്രിയ ദൈവമക്കളെ, ഇവന്റെ ശരീരത്തെ തപ്പി നോക്കിയപ്പോഴും അപ്പന് സംശയം തോന്നുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവൻ മൂത്ത മകനായ ഏശാവല്ല. അപ്പോൾ സംശയം തോന്നിയിട്ടും ഈ ഇളയമകനായ യാക്കോബ് ഒരു മടിയുമില്ലാതെ സ്വന്തം അപ്പനോട് ദഹിക്കാത്ത നുണ പറഞ്ഞു. പൊറുക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യാജം പറഞ്ഞ് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ നിമിഷം തന്നെ അവൻ അവിടെ വിട്ടു പോകേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, 2026 ദോഷം നമ്മളെ അതിര് കടത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ദോഷത്തിന് നമ്മൾ ഒരു അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയ ദൈവമക്കളെ, ഇവരൊരു സ്ഥലത്തെത്തിയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പോകുന്ന വഴികളെല്ലാം എതിരായി തീരും. നല്ലവന്റെ യാത്രയിൽ അവൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും, അഴുക്കായിട്ട് പോകുന്നവന്റെ വഴികളെല്ലാം സാഹചര്യം എതിരായി തീരും. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇന്നയോളം സംഭവിക്കാത്ത അനുഭവം, ഉദിച്ചു നിന്ന സൂര്യൻ അസ്തമിച്ചു പോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉദിച്ചു നിന്ന സൂര്യൻ അസ്തമിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പോയി. ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ, ഈ 2026 നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ദോഷവും ഉണ്ടാകരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എതിരുണ്ടായാൽ, യോഗ്യമല്ലാത്തതുണ്ടായാൽ, മാന്യമല്ലാത്തതുണ്ടായാൽ, ഭൂഷണമല്ലാത്തതുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ അത് അവിടെ വെച്ച് തടയുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ, ഒരു തടങ്കലുമില്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ നമ്മുടെ ഈ 26 യാത്ര മുന്നോട്ട് നമ്മൾ പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ, 6 എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യയാണ്. നമ്മൾ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ 26 കടക്കുന്ന ചില പ്രയാസം. 26 കടന്നാൽ ദൈവത്തിന്റെ പരിപൂർണ സംഖ്യയാകുന്ന 7ലേക്ക് 27ലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ 6 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജന്മദിവസത്തെ ഓർപ്പിക്കുന്ന ദിവസമായാൽ ആ ദിവസത്തെ നമ്മൾ എങ്ങനെയും നല്ല രീതിയിൽ അതിജീവിച്ചു ദൈവത്തിന്റെ പരിപൂർണ തികവിന്റെ, നിറവിന്റെ, സ്വസ്ഥതയുടെ, വിശ്രമത്തിന്റെ ആ 7ലേക്ക് എത്തിച്ചേർന്നാൽ നമ്മൾ ഭാഗ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2026 നമ്മുടെ
നാട്ടിൽ അത്ര ശുഭകരമല്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിച്ചത്. യാക്കോബ് ബേർശേബ വിട്ടുപോയി. താൻ പോയത് എവിടെയാണെന്നറിയാമോ? ഹാരാനിലേക്കാണ് പോയത്. തെറ്റ് ചെയ്തിട്ട് ജന്മസ്ഥലം വിട്ട്, സ്വന്തം ഭവനം വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, എല്ലാവരെയും വിട്ട്, ആരോരുമില്ലാത്ത, ഒരറിവുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത, ഒരു നല്ല സമ്പർക്കമില്ലാത്ത, ഒരു നല്ല സാഹോദര്യമില്ലാത്ത സ്ഥലത്തേക്ക് പോയ വഴിയിൽ ഒന്നാമത് തനിക്കുണ്ടായ എതിര് എന്ന് പറയുന്നത്, ഉദിച്ച സൂര്യൻ അസ്തമിച്ചു, ഒരടി മുന്നോട്ട് ചലിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് സമയം രാത്രിയായി. പ്രിയ ദൈവമക്കളെ, നന്മ ചെയ്യാതെ തിന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ പോകുന്ന വഴിയിൽ ആരംഭം മുതൽ പ്രതികൂലമുണ്ടാകും, ആരംഭം മുതൽ പ്രതിഷേധമുണ്ടാകും, ആരംഭം മുതൽ വരുന്നത് മുഴുവനും എതിരായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. രാത്രിയാണ്, അറിയാൻ മേലാത്ത സ്ഥലം, ആരുമില്ല, പേടി. പ്രിയ ദൈവമക്കളെ, മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത ഇരുട്ടാണ്. അതുകൊണ്ട് അവിടെ കിടക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല. ഒന്നാം തരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവൻ പെരുവഴിയിൽ ആരോരുമില്ലാത്ത ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കിട്ടിയ സഹായങ്ങളെല്ലാം നല്ലതാണ്, ഒരു തലയണ കൈ പോലും തന്നെ പൊങ്ങിയില്ല, കല്ലെടുത്ത് വെക്കുകയാണ്. പ്രിയ ദൈവമകളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മനഃശാസ്ത്രമുണ്ട്. ആ കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ താൻ ഈ വഴിയിൽ കിടക്കുമ്പോൾ തന്റെ കൈ പോലും പൊങ്ങി തന്റെ തലയ്ക്ക് കീഴെ വെക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ കോപം തന്റെ മേൽ വന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞ ഞാനും അത് ചിന്തിച്ചത് അതിശയം ആയിപ്പോയി. കാരണം നമ്മൾ സാധാരണ ഒരു തലയണയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ അല്ലേ വലത്തോട്ട് ഇട്ടോട്ട് ചരിഞ്ഞ് നമ്മൾ കൈ വെച്ച് കിടക്കും. ഇദ്ദേഹത്തിന്റെ കൈ പോലും പൊങ്ങിയില്ല. പ്രിയ ദൈവമകളെ, ഈ യാക്കോബിന്റെ കൈ പോലും പൊങ്ങിയില്ല. കാരണം ദൈവം പ്രതികൂലമായാൽ നമ്മൾ പരിപൂർണമായി തകർന്നു പോകും. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ നമ്മൾ പൂർണ്ണമായി ഉദ്ധരിക്കപ്പെടും. അങ്ങനെ കല്ല് തലയണയായിട്ട് വെച്ച് ഉറക്കമില്ല. കാരണം നല്ലത് ചെയ്യാതെ ദോഷം ചെയ്ത് നല്ല വീട്ടിൽ ഇറങ്ങിപ്പോയവന് ഒരു കൈ പോലും തലയണയായി ഉപയോഗിക്കാൻ അനുവദിക്കാതെ കല്ല് തലയണയായി ഉപയോഗിക്കേണ്ട സാഹചര്യം ദൈവം ഉണ്ടാക്കിയെങ്കിൽ ഇവന്റെ രാത്രി ഒരു സൗകര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്റെ ദൈവം കണക്കുകൂട്ടി. ആമേൻ, ആമേൻ. പ്രിയ ദൈവമകളെ, അതുകൊണ്ട് തന്നെയാണ് അവന്റെ കൈ പോലും പൊങ്ങാതെ കല്ലെടുത്ത് വെച്ച് തലയണയായി കിടക്കേണ്ടി വന്നത്. കാരണം എന്താണെന്നറിയാമോ? ഉറങ്ങാൻ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ കിടക്കുമ്പോഴാണ് ഉറക്കമില്ലാത്ത രാത്രിയിൽ കല്ല് തലയണയാണ് വെച്ച് പെരുവഴി ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് പേടിച്ചു വിറങ്ങിച്ച് കിടക്കുമ്പോഴാണ് ഇതാ ദൈവീക ദർശനം കടന്നു വരുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ ജീവിതം നിരാശപൂർണ്ണതയിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവത്തെ ഓർക്കുവാനുള്ള ഒരു വഴി ദൈവം കാണിച്ചു തരും. കാരണം നമ്മുടെ പോരായ്മയാണ് നമ്മളെ ഈ വല്ലാത്ത നഷ്ടത്തിൽ കൊണ്ട് എത്തിച്ചതെങ്കിൽ ആ നഷ്ടത്തിന്റെ നടുവിൽ ദൈവിക ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, 2026 ദൈവിക ചിന്ത നമുക്ക് കൂടുതൽ അത്യന്താപേക്ഷിതമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീഴ്ച കൂടുതൽ സംഭവിക്കാതിരിക്കാൻ, പരാജയം കൂടുതൽ സംഭവിക്കാതിരിക്കാൻ ദൈവം ഈ വർഷകാലം നമ്മുടെ ജീവിതത്തിലെ പരിപൂർണമായ ക്രമീകരണം തരുന്ന ഒരു വർഷമായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കട്ടെ. അങ്ങനെ കല്ല് തലയിണയായിട്ട് വെച്ച് താൻ ഒരു സ്വപ്നം കണ്ട് സ്വർഗത്തോളം എത്തുന്ന ഒരു ഓവയിൽ നിൽക്കുകയാണ്. തന്റെ മുൻപിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ കയറി രക്ഷപ്പെട്ടോ. ആമേൻ. പ്രിയ ദൈവമകളെ, എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ മാർഗങ്ങളും നമ്മുടെ മുൻപിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിത്തീരുമ്പോൾ, ഞാൻ ഇനി ഒന്നുമല്ല, എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ ഉൾബോധ ചിന്തയുണ്ടാകുമ്പോൾ ഇതാ ദൈവിക മാർഗം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഏരിയയിലൂടെ കേൾക്കാൻ പറ്റില്ല. കാരണം ഒരാൾ കയറുകയെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിയ ദൈവമകളെ, ഉറക്കമില്ലാത്ത രാത്രിയിൽ യാക്കോബ് ഒന്നുമില്ലാത്ത വഴി വെച്ച് കാണുന്നത് ഒരു ഗോവേണി, അതിന്റെ 2 തല ഭൂമിയിൽ 2 തല സ്വർഗം. ആ ഗോവേണിയിലൂടെ ഒരാൾ സ്വർഗത്തിലേക്ക് കയറുന്നു, ഒരാള് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ഏത് തകർച്ചയുടെ നടുവിലും നമ്മളെ രക്ഷിക്കുവാൻ ഒറ്റയൊരാൾ മാത്രമേ ഉള്ളൂ. അവൻ കർത്താവ്. അവനെ കൊണ്ടല്ലാതെ, യേശുവിനെ കൊണ്ടല്ലാതെ, കർത്താവിനെ കൊണ്ടല്ലാതെ നമ്മളെ സഹായിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ
ആ ഗോവേണിയിലൂടെ കേറുന്ന ആ മനുഷ്യന്റെ ദർശനം യാക്കോബ് കണ്ട്. അവനൊരു സ്വപ്നം കണ്ട്, ഇതാ ഭൂമിയിൽ ഒരു ഗോവേണി വെച്ചിരിക്കുന്നു, അതിന്റെ അഗ്രം സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അതിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. അത്രമാത്രം ഭാഗ്യം പോലെ തനിക്ക് കിട്ടിയില്ല. ദൂതന്മാർക്ക് ആ ഏണിയിലൂടെ കയറാനും ഇറങ്ങാനും പറ്റിയില്ല. ഇതാ ഗോത്രപിതാവായ യാക്കോബ്, അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ ദൈവത്തിന്റെ വാത്സല്യമുള്ള യാക്കോബ് ഇത് കണ്ട് വെള്ളം മൂടുകയാണ്. പ്രിയ ദൈവമകളെ, മാതാക്കന്മാർ കയറുന്നു, താൻ കയറേണ്ട ഒരു ഗോവേണിയാണ് നിൽക്കുന്നത്, തനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇതാണ് വരുമ്പോൾ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തേക്കും ഞാൻ നിന്നെ കാത്തു പരിപാലിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുന്നത് വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇതെല്ലാം സ്വപ്നമാണ്. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. യഹോവ തീർച്ചയായും ഈ സ്ഥലത്തുണ്ട്, ഞാൻ അത് അറിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, 2026 നമുക്കൊരു അറിവുണ്ടായിരിക്കണം. കാരണം പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രസവത്തിന്റെ നടുവിൽ, നമ്മുടെ നാശത്തിന്റെ മുന്നിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ താങ്ങുവാൻ, നമ്മളെ ഉദ്ധരിക്കുവാൻ, നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ, നമ്മളെ മുന്നോട്ട് ശക്തമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവരുടെ ദൈവമാണെന്നുള്ള ഒരു അറിവ് ഉണ്ടാകട്ടെ. 2026 അറിവിന്റെ വർഷമായി മാറട്ടെ, വിവേകത്തിന്റെ വർഷമായി മാറട്ടെ, തിരിച്ചറിവിന്റെ വർഷമായി മാറട്ടെ, ബോധോദയത്തിന്റെ വർഷമായി മാറട്ടെ, നന്മയുടെ വർഷമായി മാറട്ടെ, സമാധാനത്തിന്റെ വർഷമായി മാറട്ടെ, സന്തോഷത്തിന്റെ വർഷമായി മാറട്ടെ, ആനന്ദത്തിന്റെ വർഷമായി മാറട്ടെ, ജീവിതം മുന്നേറുന്ന ഒരു വർഷമായി തീരട്ടെ, കുടുംബം ഒരുമിച്ച് ശക്തിപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ വർഷത്തെ അങ്ങനെ കാണാം. ആമേൻ. അങ്ങനെ കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഉപ്പ് കാര്യമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രസം വരുത്തും? ഒന്നാമത്തെ ഉപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചീഞ്ഞു പോകുന്നതിനെ ആ അഴുക്കായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ ഉപ്പിന് കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപ്പ് കാണുന്നത് മീൻകടയിൽ ചെല്ലുമ്പോഴാണ്. ഉണക്ക മീൻകടയിൽ ചെന്നാൽ ഒരു 10 കൊട്ട മീനുണ്ടെങ്കിൽ എല്ലാ കൊട്ടയ്ക്കകത്തും എന്തുണ്ട്? ഉപ്പുണ്ട്. പച്ചമീനിക്കുന്ന സ്ഥലത്ത് ചെന്നാലും അവിടെയും ഇതിടുവാനായിട്ട് ആദ്യം ഐസിടും, പിന്നീട് കുറെ കൂടെ പഴകുമ്പോൾ പ്രിയ ദൈവമകളെ ഉപ്പിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലും അതിനെ സൂക്ഷിക്കുവാൻ ഉപ്പിന് ആവശ്യമുണ്ട്. ഒന്നാമത് പച്ചമീൻ ഐസിട്ട് സംരക്ഷിക്കുന്നുവെങ്കിൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് വട്ടം തട്ടി ബലം ക്ഷയിച്ചു വരുമ്പോൾ അതിനെ സൂക്ഷിക്കാൻ ഉപ്പിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. പച്ചമീൻ ഉണങ്ങിക്കഴിഞ്ഞാൽ ഐസിന് പ്രസക്തിയില്ല. പിന്നെ അവിടെ അതിന്റെ ആവശ്യം എന്താണ്? നാളുകളോളം നിൽക്കുവാൻ അതിനെ സഹായിക്കുന്നത് ഉപ്പ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ചു സമയം മാത്രമേ ഐസ് ഉപ്പിനെ സംരക്ഷിക്കുകയുള്ളൂ എങ്കിൽ നീണ്ട കാലങ്ങൾ മീൻ സംരക്ഷിക്കുവാൻ, ഉണക്കമീൻ സംരക്ഷിക്കുവാൻ ഉപ്പിന് കഴിവുണ്ട്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ചീഞ്ഞു പോകുന്ന വസ്തുവിനെ ആ അഴുക്കായ അവസ്ഥയിൽ നിന്ന്, ആ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ നിന്ന് ഉത്തരിച്ച് സംരക്ഷിക്കുവാൻ എന്തിന് കഴിവുണ്ട്? ഉപ്പിന് കഴിവുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിന്റെ അടിസ്ഥാനത്തില് ഞാനൊരു വാക്യം ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നു ഇരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ ഓരോ പ്രഭാതത്തിലും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. 2026 എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, ദൈവം പറയുന്ന കേൾക്കാനുള്ള ചെവിയും, രണ്ടാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാനുള്ള നാവ് നമുക്ക് അനിവാര്യമാണ്. ആമേൻ. അതുകൊണ്ട് ഒന്നാമത് കേൾക്കാനുള്ള നല്ലൊരു ചെവി ദൈവം നമുക്ക് തരുന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. ഓരോ ദിവസവും പ്രഭാതത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ആ പകൽ മുഴുവനും എങ്ങനെ ജീവിക്കണമെന്നുള്ള സന്ദേശം കേൾക്കുവാൻ ഈ ചെവി തുറന്നിരിക്കട്ടെ. പ്രിയ ദൈവമകളെ, ആ വാക്യം നിങ്ങൾ മറന്നു പോകാതെ ഓർക്കണം. യെശയ്യാ 50-ന്റെ 4-ൽ
ശിഷ്യന്മാരുടെ കാലും ശിഷ്യന്മാരുടെ നാവും എന്നാണ് അവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു യജമാനൻ പറയുന്നത് ദാസൻ കേൾക്കുവാൻ തക്കോണം തയ്യാറുള്ളവരായിരിക്കണം. ഒരു മാതാവോ പിതാവോ പറയുന്നത് കേൾക്കുവാൻ തക്കോണം മക്കൾ തയ്യാറുള്ളവരായിരിക്കണം. അവരതിന് കരുതലുള്ളവരായിരിക്കണം. അത് മാത്രമല്ല, കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം? അതുപോലെ പ്രത്യേകം മറുപടി നമ്മൾ പറയണം. പ്രിയ ദൈവമക്കളെ, മക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, മാതാപിതാക്കളോട് നിങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം. അരുതാത്ത കാര്യം നാവ് കൊണ്ടും മാതാപിതാക്കള് മക്കളോട് പറയരുത്. മക്കൾ മാതാപിതാക്കളോടും അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രിയ ദൈവമക്കളെ, പരസ്പരം നാവ് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ സംഭവത്തില് മക്കളുടെ ചെവി മാതാപിതാക്കളുടെ ചെവിയേക്കാൾ ഇച്ചിരിയുടെ സത്യമുണ്ടായി. കൂടുതല് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കൾ പറയാറില്ല. മക്കൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ മാതാപിതാക്കളാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളോട് പറയും, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയും. എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ 2026 നിങ്ങൾ ഏതൊരു കാര്യത്തിനും വീട്ടിൽ ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള അപ്പനും അമ്മയാവട്ടെ, നിങ്ങൾ അവരോട് ഒരു വാക്ക് പറഞ്ഞേച്ചു പോകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ വാക്ക് ആ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയത്തിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കും. ആ മക്കൾ തിരിച്ചു വരുന്നത് വരെ എപ്പോഴും അല്ലെങ്കിലും ഇടപെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ പോകുന്ന വഴിയിൽ അവർക്കൊന്നും സംഭവിക്കരുത്. പ്രിയ ദൈവമക്കളെ, ഈ 16 വയസ്സുള്ള താന്തോന്നിയായ മകൻ അങ്ങനെ പറഞ്ഞു കാണത്തില്ല. അവന്റെ അപ്പനും അമ്മയും അങ്ങനെ പ്രാർത്ഥിച്ചും കാണത്തില്ല. ഈ 14 വയസ്സുള്ള കുഞ്ഞും അങ്ങനെ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്ത് കാണത്തില്ല. അതിന്റെ മാതാപിതാക്കളും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാന് എന്തിനേറെ പറയുന്നു? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ 14 വയസ്സുള്ള പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ 16 വയസ്സുകാരന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുന്നത് കേരളം അത്ര മോശം. അപ്പൊ അവന്റെ പേര് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ പേരും അതിന്റെ കമ്മ്യൂണിറ്റിയും പബ്ലിഷ് ചെയ്തു. ആ 16 വയസ്സുകാരന്റെ പേരും കമ്മ്യൂണിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കേരളം മോശം ആണോ? ഞാൻ പറയുന്നതോട് നിങ്ങൾ ചേരുന്നുണ്ടോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ചോദിക്കാൻ ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻസും ഇല്ല. ഇത് ചോദിക്കാൻ അല്ലെങ്കിൽ ഇത് പറയുവാൻ ഇവിടുത്തെ ഒരാളുമില്ല. ചീഫ് മുതൽ താഴെ വരെ പോലും അതിന് തയ്യാറല്ല. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഒരു ന്യായവും ഒരു നീതിയും നമ്മൾ ആരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ആരും ചോദിക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം. ചോദിക്കാൻ പറയാൻ വളർന്നവനായതുകൊണ്ട് വലിയവൻ എപ്പോഴും സംരക്ഷണം കൂടുതൽ കിട്ടും, അല്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ എല്ലാ രീതിയിലും നടത്തുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉപ്പിന്റെ കാര്യം പോകാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ഈ അസംബ്ലിയിലെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മളിലുള്ള ഉപ്പിന്റെ രസം നമ്മൾ കളയരുത്. ആവശ്യമില്ലാത്തവർക്കോട് ഇത് ഉപയോഗിക്കരുത്. കാരണം ഒത്തിരി ഉപയോഗിച്ച് അനധികൃതമായി ഉപയോഗിച്ചാൽ ഈ രസം പോകും. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഉപയോഗിക്കാവൂ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാരമില്ലാതെ ഉപ്പ് സൂക്ഷിക്കുവാൻ ആവശ്യമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അതുമാത്രമല്ല, നമ്മളുടെ ഉപ്പ് കാരമുള്ളതായി ഉപയോഗിച്ചാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണവും കൂടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ, അല്ലേ? കണ്ടോ ആ വാക്യത്തിലെ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ ഈ ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിരാശപ്പെട്ട് കാണുന്ന ഒരു ആണാകട്ടെ ഒരു പെണ്ണാകട്ടെ, നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ അവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഉത്തരിക്കാൻ പോകണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് ആ വ്യക്തി പള്ളിയിലില്ല. ഈ പള്ളിയിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 40 ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കൂടുതൽ ചരിത്രമൊന്നും പറയുന്നില്ല. ഞാൻ ഒരു 10-35 വർഷം മുമ്പാകും
ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായി സുവിശേഷിക്കുന്നതിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വലിയ കയറ് വീടിന്റെ മൂന്നായത്തിലിട്ട് തൂങ്ങാൻ നിൽക്കുന്ന രംഗത്തിൽ ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കി അദ്ദേഹത്തെ ഒത്തിരി രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കാശ് വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ഒരു ബ്ലേഡുകാരൻ വന്ന് അവനെ അറാഷ് ചെയ്ത് അവിടെ ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്ന് അവിടെ നിന്ന് ഉദ്ധരിച്ച് കൊണ്ടുപോയി ആ സാമ്പത്തികം ഞാൻ കൊടുത്ത് തിരിച്ചൊന്നും ഇതുവരെ തന്നിട്ടില്ല. നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും. അവൻ ജീവിച്ചിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അവൻ ജീവിച്ചിരിക്കുവാൻ അന്ന് ദൈവം എന്നെ അവന്റെ ആ ഒറ്റയ്ക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. സാഹിത്യ സാധ്യതയൊക്കെ വീടിന്റെ മുകളിലാണ്. ഇപ്പോൾ അവർ അവിടെയല്ല താമസിക്കുന്നതൊക്കെ വിറ്റേച്ച് അതിന്റെ ഓപ്പോസിറ്റ് മലയിലേക്ക് പോയിട്ടുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഞാൻ ഓർക്കുകയാണ്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ ഉപകരിക്കപ്പെടേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ സ്തുതിമാരൊക്കെ മനസ്സിലായി. അതുകൊണ്ട് സന്തോഷത്തോട് പറയാണ്. സന്തോഷത്തിന് ചിലപ്പോൾ ചെറിയ കൺസേണോടെ കാണുമ്പോൾ അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏതവസ്ഥയിലും ഒരാളെ എങ്ങനെയെങ്കിലും താങ്ങാനായിട്ട് നോക്കണം. അതുകൊണ്ട് 2026 ഈ ക്രൈസ്റ്റ് ചർച്ചിലുള്ള ദൈവമക്കളോട് ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഏതെങ്കിലും രീതിയിൽ മാനസികമായി പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങളുടെ നാവ് ആ വ്യക്തിക്ക് വേണ്ടി ഒരു നല്ലതുപോലെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം പരസ്പരം ചെയ്യണം. വീണ്ടും ഞാൻ പിള്ളേരോട് ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ഈ ലോകപ്രകാരം നിങ്ങൾക്കൊരു പ്രയാസം തോന്നിയാല് നിങ്ങൾ മാതാപിതാക്കളോട് പറയണം. വീണ്ടും ഞാൻ പറയട്ടെ, പെൺപിള്ളേർക്ക് പറ്റിയാൽ അമ്മയോടെങ്കിലും പറയണം, ആൺപിള്ളേർക്ക് പറ്റിയാൽ അപ്പനോടും പറയാം. പ്രിയ ദൈവമക്കളെ, അല്ലാതെ നമ്മൾ വേറെ ഒരു ദോഷത്തിലേക്ക് പോകുന്നതിനേക്കാൾ പറയണം. കാരണം 10 മാസം ചുമന്ന് വേദനയോടെ പ്രസവിച്ച് ഒരു കുഞ്ഞിനെ വളർത്തി പറക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു അമ്മയുടെ പങ്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ചതിക്കാനായിട്ട് ശ്രമിച്ചാൽ അതുപോലും നമ്മൾ നമ്മുടെ മാതാവിനോട് പറയാതിരിക്കരുതെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് 2026 ഒരു രീതിയിലും ഒരുവിധമായ ആപത്തുകള്, അപകടങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിഷേധങ്ങള്, കഷ്ടങ്ങള്, നാശങ്ങള്, നഷ്ടങ്ങള്, താഴ്ചകള്, വീഴ്ചകള്, അവസാനം മൊത്തത്തിലുള്ള പരാജയം നമ്മുടെ വീട്ടിൽ സംഭവിച്ച് നമ്മൾ വീട് വിട്ട്, നാട് വിട്ട്, ദേശം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏത് പ്രശ്നത്തിനും പരിഹാരം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, 16 ജീവിച്ചിരിക്കുന്നു. വേണ്ട ആവശ്യമോ അനാവശ്യമായ ദുർനടപടികൾ മുഴുവൻ ചെയ്തിട്ട് ഈ 16 വയസ്സുകാരൻ, ഈ നികിഷ്ടൻ നീച്ചൻ, ആ 14 വയസ്സുകാരിയെ കൊന്നതിൽ എനിക്ക് 100% അമർഷതയുമോ. പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ സ്വാർത്ഥതയിൽ നിൽക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, 16 വയസ്സുകാരന്റെ സ്വാർത്ഥത അല്ലെ. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. അവന്റെ കാര്യം മാത്രം പ്രതീക്ഷിക്കുകയും മറ്റുള്ളവരെ അവൻ കൊല്ലാതെ തന്നെ ജീവനോട് ശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രതിഷേധം നമുക്ക് തോന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കണം, 2026 വളരെ അപകടകരമായ വർഷമായി നമ്മുടെ ജീവിത സംസ്ഥാനത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിനകത്ത് പ്രായ വ്യത്യാസമില്ല, ആരോഗ്യ വ്യത്യാസമില്ല, കുടുംബ വ്യത്യാസമില്ല. എല്ലാവരും നമ്മളാരാവോളം സൂക്ഷിക്കണം. ഓരോ ദിവസവും മാതാപിതാക്കള് മക്കളെ കുറിച്ച് ഒരു സർവേ നടത്തണമെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം തരികയാണ്. എല്ലാ ദിവസവും പിതാവ് ദൂരെയാണെങ്കിൽ മാതാവ് സ്ഥലത്തുണ്ടെങ്കിൽ അവരെങ്കിലും ഒരു സർവേ നടത്തണം. ഏകദേശം ഒരു സർവേ നടത്തുന്നത് നല്ലതാണ്. കാരണം അതാത് ദിവസത്തെ ബയോഡാറ്റ ഒന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാശത്തിലേക്ക് കടന്നു പോകാതിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2026 നമ്മുടെ ഉപ്പുരസം നല്ലതുപോലെ ഉപയോഗിച്ച് മറ്റുള്ളവർ കൂടെ ആ രസത്തിൽ ഒന്ന് പങ്കാളിത്തം ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.